ഹലോ ഗായ്സ്, അപ്പോൾ ഇതാ എൻ്റെ കെട്ടിയോൻ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വെറും 2 ആഴ്ചത്തെ ലീവേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിത് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. കോഴിക്കോട് എയർപോർട്ടിലാണ് വന്നത്, കണ്ണൂരല്ല ഈ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒത്തിരി ദൂരമുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി, പുലർച്ചെ 5:30 ഇറങ്ങി. 8 മണിക്കായിരുന്നു അവിടെ എത്തുന്നത് ഫ്ലൈറ്റ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് കൂടെ. ഞങ്ങൾക്ക് കോഴിക്കോട് പോയിട്ട് ഒരു ആവശ്യമുണ്ട്, എനിക്കും അവക്കും. അതുകൊണ്ട് രണ്ടും കൂടെ ഇന്നങ്ങ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരുമിച്ച് പോയി. അല്ലെങ്കിൽ പിന്നെ അതിനായിട്ട് പിന്നെയും പോകണം. അപ്പോൾ ഞാനും ശ്രീയുടെ ബ്രദറും എൻ്റെ ഫ്രണ്ട് ഐഷുവാണുള്ളത്. അപ്പോൾ ഇതാ ശ്രീ എത്തി. ഞങ്ങളിവിടെ നിന്ന് തിരിച്ചു എയർപോർട്ടിൽ നിന്ന്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, കാരണം പുലർച്ചെ ഇറങ്ങിയതുകൊണ്ടൊന്നും കഴിച്ചിട്ടില്ല. ശ്രീയും തലേദിവസം എന്ന് വെച്ചാൽ ഒമാൻ ടൈം 3 മണിക്ക് കയറിയതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് ഐഷു. ഞാൻ പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ വീഡിയോയിൽ സ്വാതി ഐഷു? അപ്പോൾ സ്വാതിയെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഇത് ഐഷു. ഞങ്ങൾ +2 മുതൽ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും ഉച്ചയായി. അപ്പോൾ പിന്നെ ലഞ്ചും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ നല്ലൊരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. നല്ല വ്യൂ ഉള്ള ബാൽക്കണി വ്യൂ ഒക്കെ ഉള്ള റെസ്റ്റോറൻറ്റ്. ബാൽക്കണി വ്യൂ എന്ന് തന്നെയാണ് അവരും പറയുന്നത്. പിന്നെ നല്ല ഫുഡും ആയിരുന്നു കേട്ടോ. മലബാർ മസാല എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. എനിക്കിഷ്ടമായിരുന്നു ഫുഡൊക്കെ. പിന്നെ ഉച്ചയ്ക്ക് നല്ല കാറ്റും, അവിടെ ഇരിക്കുമ്പോൾ നമ്മളിപ്പോൾ വരാന്തയിലേക്ക് ഇരുന്ന് ഉറക്കം വരില്ല, ആ ഒരു ഫീലായിരുന്നു. നല്ല സുഖമുണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡും കഴിച്ചിറങ്ങി. പിന്നെ വീട്ടിലെത്തുമ്പോഴത്തേക്കും നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ലേറ്റായിരുന്നു. സന്ധ്യയായി വീട്ടിലെത്തുമ്പോൾ, രാവിലെ പുറപ്പെട്ടിട്ട്. ഇത് റെസ്റ്റോറൻറ്റിൻ്റെ റിവ്യൂസാണ് ഓരോരുത്തർ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ഐഷു അവളുടെ മോൾക്കൊരു ബാലരമ വാങ്ങിച്ചു. എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ബാലരമ ഉണ്ടെന്ന്. അത് കണ്ടപ്പോൾ പണ്ടത്ര വായിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചു. പിന്നെ എനിക്ക് രാത്രി ഞങ്ങൾ കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു. അന്നു വീഡിയോ ഇട്ടല്ലോ കല്യാണത്തിന് പോയതൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഒരു ബിസി ഡേ ആയിരുന്നു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം.